ഹായ് വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സിലോജിസം ആണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ബാങ്ക് എക്സാം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. 3 മാർക്സ് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇപ്പോൾ വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം സ്റ്റേറ്റ്മെന്റ് തരും. സിലോജിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷൻ. ഇപ്പം നമുക്കൊരു പ്രസ്താവന തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്നോടൊരു കാര്യം ചോദിക്കുക. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? അപ്പൊ എനിക്ക് പറയാൻ പറ്റണം അല്ലേ, എനിക്ക് ഇന്ന കാര്യമാണ് മനസ്സിലായത്. അപ്പൊ എനിക്കൊരു വേറൊന്നുമില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് എനിക്ക് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ചെക്ക് ചെയ്യുവാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷനും തരുമെന്ന് പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റാ. ഓൾ ഉണ്ട്, സം ഉണ്ട്, സം നോട്ട് ഉണ്ട്, നോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കൺക്ലൂഷൻസ് പറയും. ഓക്കെ, കൺക്ലൂഷൻ വരുന്നത് 2 രീതിയിലായിരിക്കും. ഡെഫിനിറ്റ് ആൻഡ് പോസിബിലിറ്റി കൺക്ലൂഷൻസ് ആയിരിക്കും വരുന്നത്. ഡെഫിനിറ്റും പോസിബിലിറ്റി കൺക്ലൂഷനും ഉണ്ട്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പറ്റണം, അത് ശരിയാണ്, അതിങ്ങനെയാണ്. അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആയിരിക്കാം, എനിക്കറിയത്തില്ല അല്ലെ. എനിക്ക് സാധ്യത പറയേണ്ടി വരുന്നത് എപ്പോഴാ? എനിക്കറിയാത്തപ്പം അല്ലെ. എനിക്കറിയത്തില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഇതിങ്ങനെ ആവാം അല്ലെങ്കിൽ ഇത് അങ്ങനെ ആവാം എന്നേ പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 2 ടൈപ്പ് ഓഫ് കൺക്ലൂഷൻ ആണ്, ഡെഫിനിറ്റ് ആൻഡ് പോസിബിലിറ്റി കൺക്ലൂഷൻ. ഓക്കെ, 4 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. ഇനി കൂടുതലും ബാങ്ക് എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ഒള്ളി, നമ്മൾ എന്താ ഓളും സമ്മും സം നോട്ട് നോയെക്കാട്ടിലും കൂടുതൽ ഒള്ളി എ ഫ്യൂവും ഒള്ളി ആയിരിക്കും. ഇതാണ് കൂടുതൽ എക്സാമിന് വരുന്ന ടൈപ്പ്, ഒള്ളി എ ഫ്യൂവും ഒള്ളി. ഓക്കെ, അപ്പൊ ഒള്ളി എ ഫ്യൂ ARP. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയണം ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. പലരും പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ചിലർ റൂൾ അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 50-100 മെത്തേഡ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാറുണ്ട്. ചിലർ വെൻ ഡയഗ്രം വരച്ചിട്ട് ചെയ്യാറുണ്ട്. സോ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് എപ്പോഴും വെൻ ഡയഗ്രം തന്നെ ആയിരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ വെൻ ഡയഗ്രം ഉണ്ടെങ്കിൽ ആ വെൻ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റണം എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് അതിൽ നിന്ന് ഫോളോസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് പറയാൻ പറ്റാത്തത്, എന്തൊക്കെയാണ് എനിക്ക് സാധ്യതകൾ വരുന്നത് എന്നെനിക്ക് വെൻ നോക്കിയിട്ട് പറയാൻ പറ്റണം. അതാണ് നമ്മൾ ഈ സിലോജിസത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ഞാനൊരു 2 സ്റ്റേറ്റ്മെന്റ് വെക്കുവാണ്. ഒള്ളി എ ഫ്യൂ എന്നോട് പറയുവാണ് ARB, only a few ARB, അല്ലെങ്കിൽ only ARB. കൂടുതലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയായിരിക്കണം ഞാൻ അതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കുന്നത് എന്നറിഞ്ഞാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഓള്, സമ്മ, സം നോട്ട്, നോ. ഇത് 4 നമുക്ക് ബേസിക് ആയിട്ട് ജനറൽ ആയിട്ട് ഉള്ളത്. ഇതിന് അഡീഷണൽ ആയിട്ടാണ് നമുക്ക് ഒള്ളി എ ഫ്യൂവും ഒള്ളി എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പൊ കൂടുതലും എക്സാമിന് വരുന്നത് ഈ 2 ടൈപ്പില് ഒള്ളി എ ഫ്യൂവും ഒള്ളി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ആ 2 ടൈപ്പ്? ഓക്കെ, അപ്പൊ ഒള്ളി എ ഫ്യൂ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ആണ്. അതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സം ആൻഡ് സം നോട്ട്. ഓക്കെ, സമ്മിന്റെ സം നോട്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? ഒള്ളി എ ഫ്യൂ. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതായിരിക്കണം ഒള്ളി എ ഫ്യൂ. ഇനി ഒള്ളി ARB. ഒള്ളി ARB എന്ന് പറഞ്ഞാൽ എന്താ? എ മാത്രമാണ് ആര്? ബി എന്ന് പറയുന്ന ആള് എ മാത്രമാണ്, അല്ലെങ്കിൽ എ മാത്രമാണ് ബി ആകുന്നത്. സോ ഇതെന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്? ജസ്റ്റ് നമുക്ക് അതിന്റെ വെൻ ഡയഗ്രം മാത്രം ഒന്ന് പറയാം, എങ്ങനെയാണ് ഇത് വെന്നിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നും നമുക്ക് എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒള്ളി എ ഫ്യൂ ARB എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സം AR ബിയും ആണ്, സം AR നോട്ട് ബി ആണ്. സോ എയുടെ സമ്പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും സമ്പാർട്ട് ആരുണ്ട്? ഇത്രയും സമ്പാർട്ട് ബി ആണ്. എന്നാൽ എയുടെ സമ്പാർട്ട് ആരല്ല? ബി അല്ല.
എയുടെ സമ്പാർട്ട് ബിയും ആണ്, എയുടെ സമ്പാർട്ട് ആരുമല്ല, ബിയും അല്ല. ഇതാണ് only a few. രണ്ടും കൂടെ ഒന്നിച്ചു വരണം, സമ്മും സംനോട്ടും കൂടെ ഒന്നിച്ചു വരുന്നതാണ് എന്ത്, only a few. ഓക്കെ, അതേപോലെ only ARB. എന്താണ് only ARB? സോ അതിൻ്റെ അർത്ഥം എ മാത്രമാണ് ആരാകുന്നത്, ബി ആകുന്നത്. എ മാത്രമാണ് ബി ആകുന്നത്. സോ അതിൻ്റെ അർത്ഥം എല്ലാ ബിയും എന്താണെന്നാണ്, എ ആണ്. ബി എന്ന് പറയുന്നത് ആള് എ മാത്രമാണ്, ബി എന്ന് പറയുന്ന ആള് എ മാത്രമാണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രം ആണ് മോളിൽ വരച്ചേക്കുന്നത്. ഓക്കെ, ബി എ മാത്രമാണ്. ഓക്കെ, അപ്പം അതിലൊരു സംഭവം ഹിഡൻ ആയിട്ട് നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഓൾ ARB അല്ലെങ്കിൽ ഓൾ BR എന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, എല്ലാ ബിയും എ ആണെന്നല്ലേ, എല്ലാ ബിയും എ ആണ് അല്ലെ, എല്ലാ ബിയും എ ആണ്. അപ്പം ഇത് തന്നെയല്ലേ ഞാൻ അവിടെ എടുത്ത് വരച്ചു വെച്ചേക്കുന്നത് അല്ലേ, ഓളിന്റെ ഒള്ളിയുടെയും വെൻ ഡയഗ്രം ഞാൻ സെയിം ആയിട്ടല്ല വരച്ചേക്കുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഓൾ ARBയുടെ വെന്നാണ്, അത് ഒള്ളി ARBയുടെ വെന്നാണ്. സോറി, ഇത് ഓൾ BRയുടെ വെന്നും, അത് ഒള്ളി ARB. ഒള്ളി ARB എന്ന് വെച്ചാൽ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, ബി എ മാത്രമാണ് എന്ന് വെച്ചാൽ വിച്ച് മീൻസ് ബി വേറെ ആരും ആകത്തില്ല. ഓക്കെ, ബിക്ക് എയുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ, ബാക്കി എല്ലാവരുമായിട്ട് നോ റിലേഷൻ ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്കിത് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരാം. അപ്പൊ ഇപ്പൊ ഓർത്തിരിക്കുക, ഒള്ളി എഫ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ആണ് സമ്മിന്റെ സംനോട്ടിന്റെയും. ഒള്ളി എന്ന് വെച്ചാൽ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, ഒള്ളി ARB ആണെങ്കിൽ ബി എ മാത്രമേ ആകത്തുള്ളൂ, പക്ഷെ ബിക്ക് വേറെ ആരും ആകാൻ പറ്റത്തില്ല. എ മാത്രമേ ആകത്തുള്ളൂ, ബിക്ക് വേറെ ആരുമായിട്ടും റിലേഷൻ പറ്റത്തില്ല, നോ റിലേഷൻ ആയിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, only a few black is red അല്ലെ, only a few black is red. അപ്പൊ ഇവിടെ ബ്ലാക്കിന്റെ സമ്പാർട്ട് റെഡും ആണ്, എന്നാൽ ബ്ലാക്കിന്റെ സമ്പാർട്ട് ആരല്ല, ഏതെങ്കിലും ഒരു സമ്പാർട്ട് നോ റിലേഷൻ റെഡിലോട്ട് കാണിക്കും. ഓക്കെ, ബ്ലാക്കിന്റെ സമ്പാർട്ട് റെഡും ആണ്, ബ്ലാക്കിന്റെ സമ്പാർട്ട് റെഡും അല്ല. ദെൻ സം റെഡ് ഈസ് യെല്ലോ, സം യെല്ലോ ഈസ് ഓറഞ്ച്. അപ്പൊ ഈ യെല്ലോയുടെ ഈ പോർഷൻ ഒന്നും എടുക്കല്ല കേട്ടോ. സ്റ്റേറ്റ്മെന്റിൽ എന്താണോ ഉള്ളത് അത് വേണം 100% ട്രൂ ആയിട്ട് എടുക്കാൻ. അത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ടോ അത് മാത്രം 100% ശരിയാണെന്നുണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വെൻ ഡയഗ്രാം വരയ്ക്കുക. സോ അത് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് യെല്ലോ ആണ്, യെല്ലോയുടെ സമ്പാർട്ടാണ് ആര്, ഓറഞ്ച്. കഴിഞ്ഞു, വെൻ ഡയഗ്രാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, കൺക്ലൂഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. 3 കൺക്ലൂഷൻസ് ഉണ്ട്. ഒരു ഓറഞ്ച് റെഡ് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഒരു ഓറഞ്ചും റെഡ് അല്ല. ഞാൻ നോക്കുവാണെങ്കിൽ റെഡ് ഇവിടെ നിൽക്കുന്നു, ഓറഞ്ച് ഇവിടെ നിൽക്കുന്നു അല്ലേ. റെഡ് ഒരിടത്ത് നിൽക്കുന്നു, ഓറഞ്ച് ഒരിടത്ത് നിൽക്കുന്നു. രണ്ടുപേര് രണ്ടറ്റത്ത് നിന്നാൽ അവർ തമ്മിൽ നോ റിലേഷൻ ആണെന്നാണോ? അല്ല, അൺനോൺ റിലേഷൻ ആണെന്നാണ്. നമുക്കറിയത്തില്ല. റെഡും ഓറഞ്ചും തമ്മിൽ ഡെഫിനറ്റ് ആയിട്ട് നോ റിലേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാനും എൻ്റെ അപ്പുറത്ത് വേറൊരാൾ നിന്നാൽ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണോ എൻ്റെ അർത്ഥം? ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നാൽ ഒരു റിലേഷനും ഇല്ലാന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റുമോ? ഇല്ല. ഞങ്ങൾ ചിലപ്പം ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ കസിൻസ് ആകാം, സിബ്ലിങ്സ് ആകാം. അപ്പൊ അങ്ങനെ എനിക്ക് പോസിബിലിറ്റി പറയാം അല്ലെ. അപ്പൊ ഇവിടെ രണ്ടുപേരെയും 2 വെന്നിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അവര് നോ റിലേഷൻ എന്നല്ല കേട്ടോ. നോ റിലേഷൻ ആണെങ്കിൽ അത് എനിക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പറയാൻ പറ്റണം. ഇതെനിക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പറയാൻ പറ്റുന്നില്ല. സോ അൺനോൺ റിലേഷൻ ആണ്. അപ്പൊ എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, തെറ്റ്. വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം, സാധ്യത പറയാം, ഇന്നതാവാൻ, അല്ലെങ്കിൽ നോ ഓറഞ്ച് ഈസ് റെഡ് ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോളോസ്. ഓക്കെ, ഇനി 2, സം റെഡ് നോട്ട് ബീയിങ് ബ്ലാക്ക് ഈസ് എ പോസിബിലിറ്റി. ചില റെഡിന് ബ്ലാക്ക് അല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ചില റെഡിന് ബ്ലാക്ക് അല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. സോ അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ലേ. എനിക്ക് എന്തേ അറിയത്തുള്ളൂ, റെഡിന്റെ സമ്പാർട്ട് ആരാണെന്ന് അറിയാം. ഡെഫിനറ്റ് ആയിട്ട് ബ്ലാക്ക് ആണ്. ശ്രദ്ധിച്ചു കേൾക്കുക, റെഡിന്റെ സമ്പാർട്ട് ഡെഫിനറ്റ്ലി ആരാണ്? ബ്ലാക്ക് ആണ്.
റെഡിന്റെ സം പാർട്ട് ഡെഫിനറ്റ്ലി ബ്ലാക്ക് ആണ്. സോ റെഡിന് ബ്ലാക്ക് അല്ലാതെ കാണിച്ചേക്കുന്ന വേറൊരു പാർട്ടില്ലേ, റെഡിന് ബ്ലാക്ക് അല്ല, ഞാൻ ഇപ്പൊ ഷെയ്ഡ് ചെയ്യുന്നു, റെഡിന് ബ്ലാക്ക് അല്ല എന്ന് കാണിച്ചേക്കുന്ന വേറൊരു സംപോഷൻ ഇല്ലേ, ആ സംപോഷന് വേണമെങ്കിൽ ബ്ലാക്കിനുള്ളിൽ പോകാം, പോകാതിരിക്കാം. ആ പോർഷൻ ബ്ലാക്ക് വൈറ്റ് അൺനോൺ റിലേഷനാണ്. നമുക്ക് നോൺ ആയിട്ടുള്ളത്, നമുക്ക് അറിയാവുന്നത് റെഡിന്റെ ഇത്രയും പോർഷൻ എന്താണ്, ബ്ലാക്ക് ആണ്. ഓക്കെ, അവര് ചോദിച്ചേക്കുന്നത് എന്താ, റെഡിന്റെ സം പാർട്ട് ബ്ലാക്ക് അല്ലാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാവുന്നത് റെഡിന്റെ സം പാർട്ട് ഇത്രയും പാർട്ട് ബ്ലാക്ക് ആണ്. റെഡിന് ഞാൻ ഇങ്ങനെ വരച്ചേക്കുന്നത്, വേവ്സ് പോലെ വരച്ചേക്കുന്നത് ബ്ലാക്ക് അല്ലാത്ത പോർഷൻ ബ്ലാക്ക് വൈറ്റ് അൺനോൺ റിലേഷനാണ്. ബ്ലാക്ക് അല്ലാന്ന് ഞാൻ കാണിച്ചേക്കുന്ന പോർഷൻ ബ്ലാക്ക് വൈറ്റ് അൺനോൺ റിലേഷനാണ്. സോ ആ പാർട്ടിന് വേണമെങ്കിൽ ബ്ലാക്കിനുള്ളിൽ പോകാം, പോകാതിരിക്കാം, പോസിബിലിറ്റി ഉണ്ട്. സോ പോകാതിരുന്നാൽ some red are not black is a possibility എന്ന് എനിക്ക് പറഞ്ഞൂടെ, ഫോളോസ്. മൂന്നാമത് some orange being red is a possibility. ഓറഞ്ചിന്റെ സം പാർട്ടിന് റെഡ് അല്ല, സോറി യെല്ലോ, some orange being yellow is a possibility. പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അത് ഡെഫിനിറ്റ്. എനിക്കൊരു കാര്യത്തെ പറ്റിയിട്ട് വ്യക്തത ഉണ്ടെങ്കിൽ, ഡെഫിനിറ്റ് ആയിട്ട് അറിയാമെങ്കിൽ പിന്നെ എനിക്ക് സാധ്യത പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാര്യം എന്താ, എനിക്കറിയാം അത് ഇന്നതാണ്, അത് ഡെഫിനിറ്റാ. പിന്നെ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടോ, ഇന്നതാവാൻ സാധ്യതയുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സം ഓറഞ്ച് ബീങ് യെല്ലോ ഈസ് എ പോസിബിലിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ ഡെഫിനിറ്റ് ആയിട്ട് ഓറഞ്ചിന്റെ സംപാർട്ട് ആരാ, യെല്ലോ അല്ലേ, ഡെഫിനിറ്റ് ആണ്. പിന്നെ അത് സാധ്യത പറയേണ്ട ആവശ്യമില്ല, തെറ്റ്. സോ ആൻസർ only 2. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. നോ ഫ്രൈഡേ ഈസ് മൺഡേ, നോ മൺഡേ ഈസ് സൺഡേ, only a few Sunday is Tuesday. ഒരു ഫ്രൈഡേ മൺഡേ അല്ല, ഒരു മൺഡേയും സൺഡേ അല്ല, only a few Sunday Tuesday ആണ്. ഓക്കെ, കൺക്ലൂഷൻ നോക്കാം. ഒരു ഫ്രൈഡേയും ട്യൂസ്ഡേ അല്ല, ഡെഫിനിറ്റ് ആണോ? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ അൺനോൺ റിലേഷനാ. ഫ്രൈഡേ ഇവിടെ നിൽക്കുന്നു, ട്യൂസ്ഡേ ഇവിടെ നിൽക്കുന്നു, രണ്ടുപേര് രണ്ടറ്റത്ത് നിൽക്കുവാണ്, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തായിട്ട് നിൽക്കുവാണ്. രണ്ട് സ്ഥലത്തായിട്ട് രണ്ടുപേര് നിന്നാൽ അവർ തമ്മിൽ ഡെഫിനറ്റ്ലി നോ റിലേഷൻ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. വേണമെങ്കിൽ ആകാം, ആകാതിരിക്കാം. സോ ഇവിടെ എനിക്ക് ഫ്രൈഡേയും ട്യൂസ്ഡേയും തമ്മിൽ ഒരു നോൺ റിലേഷൻ ഇല്ല, അൺനോൺ റിലേഷൻ ആണ്. സോ എനിക്ക് അൺനോൺ റിലേഷൻ ആണെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഡെഫിനിറ്റ് ആയിട്ട് ഫ്രൈഡേ ഒന്നും ട്യൂസ്ഡേ എല്ലാം തീർത്ത് പറയാൻ പറ്റത്തില്ല, തെറ്റ്. 2, സം ട്യൂസ്ഡേ ഇസ് നോട്ട് മൺഡേ, സം ട്യൂസ്ഡേ ഇസ് നോട്ട് മൺഡേ, ഫോളോസ് അല്ലേ? എങ്ങനെ? ഇവിടെ നോക്കിയേ, മൺഡേ ഒന്നും ആരല്ല, സൺഡേ അല്ല. ഫ്രൈഡേ ഒന്നും മൺഡേ അല്ല, മൺഡേ ഒന്നും സൺഡേ അല്ല, അതാണ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അല്ല, മൺഡേ ഒന്നും സൺഡേ അല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താ? സം ട്യൂസ്ഡേ ഈസ് നോട്ട് മൺഡേ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ട്യൂസ്ഡേയുടെ ഒരു സംപാർട്ട് സൺഡേ അല്ലേ, ഇത്ര ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ സൺഡേ അല്ലേ, ആണല്ലോ. സൺഡേ ഒരു പോർഷൻ പോലും മൺഡേയിൽ പോത്തില്ല. മൺഡേ ഒന്നും സൺഡേ അല്ലെങ്കിൽ തിരിച്ച് സൺഡേയുടെ ഒരു പോർഷൻ പോലും എവിടെ പോത്തില്ല, മൺഡേയിലും പോത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോത്തില്ല. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സൺഡേ മൺഡേയിൽ പോത്തില്ലെങ്കിൽ സൺഡേയുടെ ഒരു സംപോഷൻ അല്ലേ ഈ ട്യൂസ്ഡേ. ട്യൂസ്ഡേയുടെ സൺഡേ ആകുന്ന ഇത്രയും പോർഷൻ ഡെഫിനറ്റ്ലി എവിടെ പോത്തില്ല, ഇത്രയും പോർഷൻ ട്യൂസ്ഡേയുടെയും കൂടെ അല്ലേ, ഇത്രയും പോർഷൻ എവിടെ പോത്തില്ല, മൺഡേയിൽ പോത്തില്ല. ക്ലിയർ? ഓക്കെ ആണോ? രണ്ടാമത്തെ കൺക്ലൂഷൻ എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റി. ഓക്കെ, സം സൺഡേ ഈസ് നോട്ട് മൺഡേ, ഫോളോസ് അല്ലേ? എങ്ങനെ വന്നു? ഒരു സൺഡേയും എവിടെ പോത്തില്ല, മൺഡേയിൽ പോത്തില്ല. ഒരു സൺഡേ മൺഡേയിൽ പോത്തില്ലെങ്കിൽ സൺഡേയുടെ ഒരു സംപാർട്ട് ഏതെങ്കിലും എടുത്താലും അതിന് എവിടെ പോകാൻ പറ്റത്തില്ല, മൺഡേയിൽ പോകാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? ഒരു പോർഷൻ പോലും പോത്തില്ല. ഒരു വീട്ടിൽ ഒരാൾ പോലും അപ്പുറത്തെ വീട്ടിൽ പോത്തില്ലെങ്കിൽ വീട്ടിൽ ഒരാളെ എടുത്താലും അയാൾ എവിടെ പോത്തില്ല, അപ്പുറത്തെ വീട്ടിൽ അല്ല. അതേപോലെ സൺഡേ ഒന്നും മൺഡേ പോത്തില്ലെങ്കിൽ
സൺഡേയിൽ ഒരാളെ എടുത്താൽ അല്ലെങ്കിൽ ഒരു പോർഷൻ എടുത്താൽ അയാൾക്കും എവിടെ പോകാൻ പറ്റത്തില്ല? മൺഡേയിൽ. സോ ആൻസർ എന്ത് വരും? only 2 and 3 follows. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ only 2 and 3 follows. അടുത്ത നോക്കാം. only orange is yellow. അതിന്റെ അർത്ഥം എന്താ? യെല്ലോ ഓറഞ്ച് മാത്രമാണ്. യെല്ലോ ഓറഞ്ച് മാത്രമാണ്. സം പിങ്ക് ഓറഞ്ച് ആണ്, സം വൈറ്റ് പിങ്ക് ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ ഇവിടെ യെല്ലോയ്ക്ക് ആര് മാത്രമേ ആവാൻ പറ്റുള്ളൂ? ഓറഞ്ച് മാത്രമേ ആവാൻ പറ്റുള്ളൂ. കാരണം only orange is yellow എന്നാണ് സ്റ്റേറ്റ്മെന്റ്. സോ അവിടെ ഹൈഡ് ചെയ്ത് കിടക്കുന്ന കാര്യം എന്താ? യെല്ലോയ്ക്ക് ഈ പറഞ്ഞ പിങ്കുമായിട്ടും വൈറ്റുമായിട്ടും എന്ത് റിലേഷൻ ആയിരിക്കും? നോ റിലേഷൻ. ഡെഫിനറ്റ്ലി നോ റിലേഷൻ ആണ്, കാരണം അത് ഒള്ളിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. കൺക്ലൂഷൻ ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സം വൈറ്റ് ഈസ് ഓറഞ്ച്. എനിക്ക് തീർത്ത് പറയാൻ പറ്റുമോ? തീർത്ത് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. പോസിബിലിറ്റി ആണെങ്കിൽ പറ്റിയെന്നെ, സാധ്യതയുണ്ട്. സം പിങ്ക് വൈറ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ വൈറ്റിന് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അത് ഡെഫിനിറ്റ് അല്ലല്ലോ. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് 100% അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് സാധ്യത പറയാം, ഒരിക്കലും അത് ഡെഫിനിറ്റ് അല്ല. സോ തെറ്റ്. ഓക്കെ, അപ്പൊ എനിക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദെൻ സം പിങ്ക് ബീയിങ് യെല്ലോ ഈസ് എ പോസിബിലിറ്റി. നടക്കുവോ? നടക്കത്തില്ല. കാര്യം എന്താ? യെല്ലോയ്ക്ക് പിങ്കുമായിട്ടും വൈറ്റുമായിട്ടും എന്ത് റിലേഷനാ? നോ റിലേഷൻ. ആദ്യമേ നമ്മൾ പറഞ്ഞു ഉള്ളി കേസ് ആയതുകൊണ്ട് യെല്ലോയ്ക്ക് ഓറഞ്ചുമായിട്ട് മാത്രമേ, ഓറഞ്ച് അല്ലേ, ഓറഞ്ചുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ. സോ രണ്ടാമത്തെ പോസിബിലിറ്റി നടക്കത്തില്ല. 3, എല്ലാ ഓറഞ്ചിനെ എനിക്ക് വൈറ്റിൽ കൊണ്ടിരുത്താൻ പറ്റൂ? നടക്കുവോ? അതും നടക്കത്തില്ല. കാരണം എന്താ? ഓറഞ്ചിനകത്ത് ആരുണ്ട്? യെല്ലോ ഉണ്ട്. ഞാൻ ഓറഞ്ചിനെ മൊത്തത്തിൽ തൂക്കിയെടുത്തോണ്ട് വൈറ്റിനകത്ത് കൊണ്ടുപോകാൻ നോക്കിയാൽ ഓറഞ്ചിനകത്തൊരു യെല്ലോ ഇല്ലേ? ആ പറഞ്ഞ യെല്ലോയ്ക്ക് വൈറ്റുമായിട്ട് നോ റിലേഷൻ അല്ലേ വരേണ്ടത്? നോ റിലേഷൻ ആണ്, ഡെഫിനറ്റ്ലി ആണ്. സോ ഓറഞ്ചിനെ എനിക്ക് മൊത്തത്തിൽ വൈറ്റിനകത്ത് കൊണ്ടുപോകാനുള്ള സാധ്യത ഇല്ല. കാരണം ഓറഞ്ചിനകത്ത് ഒരു യെല്ലോ ഉണ്ട്, യെല്ലോയ്ക്കും വൈറ്റിനും നോ റിലേഷൻ ആയതുകൊണ്ട്. സോ നൺ ഫോളോസ് ഒരു ഓപ്ഷൻ കാണും, അതായിരിക്കും ആൻസർ. ക്ലിയർ? നൺ ഫോളോസ് കാണും, അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. All symbol is letter. Some letter is alphabet. Only alphabet is sign. So രണ്ട് എസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ട്. ഒരേ എലമെന്റ്സ് അല്ലെങ്കിൽ ഒരേ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പല എലമെന്റ്സ് ഉണ്ടെങ്കിൽ വേറെ ലെറ്ററൂടെ കൊടുത്ത് കോഡ് ചെയ്യുക. ഇപ്പൊ ഇതിനെ ഞാൻ എസ്, അതിനെ ഞാൻ എസ് എന്ന് കൊടുത്താൽ സിമ്പിളും സൈനൂടെ തെറ്റിപ്പോവും. തെറ്റിപ്പോയാൽ ആൻസർ ചിലപ്പം കൺക്ലൂഷൻ ഏതെങ്കിലും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. സോ കൺക്ലൂഷൻ നോക്കാം. സം ലെറ്റർ ബീയിങ് സൈൻ ഈസ് എ പോസിബിലിറ്റി. നടക്കുവോ? ഇല്ല. കാര്യം സൈൻ ഒള്ളി കേസാ പറഞ്ഞത്. ഒള്ളി ആൽഫബറ്റ്സ് മാത്രമാണ് സൈന്. വേറെ ആരും സൈൻ ആകത്തില്ല, വേറെ ആരും ആകാനുള്ള പോസിബിലിറ്റിയും ഇല്ല. സോ സൈൻ്റെ സമ്പാട്ട് ലെറ്റർ അല്ലെങ്കിൽ ലെറ്ററിന്റെ സമ്പാട്ട് സൈൻ ആകാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല, തെറ്റ്. സം ആൽഫബറ്റ്സ് ആർ നോട്ട് സിമ്പിൾസ്. കറക്റ്റ് അല്ലേ? നോക്കിയേ, കറക്റ്റ് അല്ലേ? ആൽഫബറ്റിന്റെ സമ്പാട്ടിൽ ഒരു സൈൻ ഇല്ലേ? അല്ലേ? സൈൻ മൊത്തത്തിൽ ബിലോങ്സ് ടു ആൽഫബറ്റാ. സൈൻ മൊത്തത്തിൽ ബിലോങ്സ് ടു ആൽഫബറ്റാ. അപ്പം ആൽഫബറ്റിന്റെ സമ്പാട്ട് സിമ്പിൾസ് അല്ല എന്നല്ലേ കൺക്ലൂഷൻ? ആൽഫബറ്റ്സിന്റെ സമ്പാട്ട് സിമ്പിൾസ് അല്ല എന്നല്ലേ കൺക്ലൂഷൻ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ ആൽഫബറ്റ്സിന്റെ ഇത്രയും പാർട്ട് ഇല്ലേ? ഇത്രയും പാർട്ട്, ആ ഇത്രയും പാർട്ടിന് സിമ്പിളുമായിട്ടും ലെറ്ററുമായിട്ടും നോ റിലേഷൻ അല്ലേ? ഡെഫിനറ്റ്ലി നോ റിലേഷൻ അല്ലേ? ആൽഫബറ്റ്സിന്റെ ഇത്രയും പാർട്ടിന് ലെറ്ററുമായിട്ടും സിമ്പിളുമായിട്ടും നോ റിലേഷനാ. അപ്പൊ എനിക്ക് ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് സം പാർട്ട് ഓഫ് ആൽഫബറ്റ് അല്ലേ? അല്ലെ, സം പാർട്ട് ഓഫ് ആൽഫബറ്റ് അല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയാം? സം ആൽഫബറ്റ് ആർ നോട്ട് സിമ്പിൾ. കറക്റ്റ്. അടുത്ത് നോ സിമ്പിൾ ഈസ് സൈൻ. ആ കറക്റ്റ്, നോ സിമ്പിൾ ഈസ് സൈൻ. സൈന് സിമ്പിളുമായിട്ടും ലെറ്ററുമായിട്ടും നോ റിലേഷനാണ്. സോ അത് അങ്ങനെയാണ് കൺക്ലൂഷൻ ചോദിച്ചേക്കുന്നത്. സോ ആൻസർ only 2 and 3 follows. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. നോ റിവർ ഈസ് ലാൻഡ്. സം ലാൻഡ് ഈസ് വാട്ടർ. ഓൾ വാട്ടർ ഈസ് ഫയർ. only ഫയർ ഈസ് എയർ.
ഫയർ മാത്രമാണ് എയർ ആകുന്നത്. സോ വെൻ ഡയഗ്രം ഇങ്ങനെ വരും. കൺക്ലൂഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സം ലാൻഡ് എയർ ആകാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയും ഇല്ല. കാര്യം ഒള്ളി ഫയർ ഈസ് എയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എയറിന് ഫയർ മാത്രമേ ആകാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവരുമായിട്ട് നോ റിലേഷൻ ആയിരിക്കും. സോ ലാൻഡിന്റെ സംപാർട്ട് എയർ ആകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, തെറ്റ്. സം വാട്ടർ ഈസ് നോട്ട് റിവർ. സം വാട്ടർ ഈസ് നോട്ട് റിവർ കറക്റ്റ് അല്ലേ? എങ്ങനെ കറക്റ്റായി? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. റിവറും ലാൻഡും നോ റിലേഷനാ. ലാൻഡും റിവറും അങ്ങോട്ടും ഇങ്ങോട്ടും നോ റിലേഷനാ. വാട്ടറിന്റെ സംപാർട്ട് ലാൻഡ് അല്ലേ? വാട്ടറിന്റെ ഷെയ്ഡ് ചെയ്യുന്ന ഇത്രയും പാർട്ട് ലാൻഡ് അല്ലേ? ഓക്കെ, വാട്ടറിന്റെ സംപാർട്ട് ലാൻഡ് ആണ്. സോ വാട്ടറിന്റെ ലാൻഡ് ആകുന്ന സംപാർട്ടിന് എവിടെ പോകാൻ പറ്റത്തില്ല? റിവറിൽ പോകാൻ പറ്റത്തില്ല. കാര്യം എന്താ? ലാൻഡ് ഒന്നും റിവർ അല്ല. ക്ലിയർ? ലാൻഡ് ഒന്നും റിവർ അല്ല. വാട്ടറും ലാൻഡും ഒരു സം റിലേഷൻ ഉണ്ട്. സോ ലാൻഡ് ആകുന്ന വാട്ടറിന്റെ സംപാർട്ടിന് എവിടെ പോകാൻ പറ്റത്തില്ല? റിവറിൽ പോകാൻ പറ്റത്തില്ല. ഫോളോസ്. സം ഫയർ ഈസ് ലാൻഡ്. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ ഇല്ലേ, അത് ലാൻഡിന്റെ ഫയറിന്റെ വാട്ടറിന്റെ സംപോർഷൻ അല്ലേ? ലാൻഡിന്റെ സംപാർട്ട് വാട്ടർ. വാട്ടർ മൊത്തത്തിൽ ഫയറിനകത്താണെങ്കിൽ ലാൻഡിന്റെ സംപാർട്ട് ആരാണെന്ന് പറയാം? ഫയർ ആണെന്ന് പറയാം. സോ ആൻസർ എന്ത് വരും? only 2 and 3 follows. ഓക്കെ, only 2 and 3 follows. അപ്പൊ അതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. only pencil is eraser. only pencil is eraser. some pen is pencil. some paper is pen. എല്ലാം പീൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കി വരയ്ക്കണം. ഓക്കെ, ഇതാണ് വെൻ ഡയഗ്രാം വരുന്നത്. അവിടെ ഒള്ളി കേസ് വരുന്നുണ്ട്. ഒള്ളി പെൻസിൽ ഈസ് ഇറേസർ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇറേസർ പെൻസിൽ മാത്രമാണ്, വേറെ ആരും ആകാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇറേസറിന് പെന്നുമായിട്ടും പേപ്പറുമായിട്ടും ഡെഫിനറ്റ്ലി നോ റിലേഷനാ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് നോ റിലേഷനാ. അതല്ലേ ഫസ്റ്റ് കൺക്ലൂഷൻ അല്ലേ? നോ പെൻ ഈസ് ഇറേസർ. എന്തായിരിക്കും? ഫോളോസ്. 2. സം പേപ്പർ ഈസ് പെൻ. പെൻസിൽ. പേപ്പറിന്റെ സംപാർട്ട് പെൻസിലായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും വേണമെങ്കിൽ സാധ്യതയുണ്ട്. പേപ്പറിന് വേണമെങ്കിൽ ഇവിടെ വരാം. അത് സാധ്യതയാ, ഡെഫിനിറ്റ് അല്ല. പോസിബിലിറ്റി ചോദിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തത് ഫോളോസ് ആയിരുന്നു. പക്ഷെ ഡെഫിനിറ്റ് ആയതുകൊണ്ട് അവിടെ അത് തെറ്റി, ബ്രേക്ക് ആയി. ഓക്കെ, ദെൻ 3. സം പെൻ ഈസ് നോട്ട് ഇറേസർ. കറക്റ്റ് അല്ലേ? കാര്യം എന്താ? ഇറേസറിന് പെന്നുമായിട്ട് നോ റിലേഷൻ അല്ലേ? ഇറേസറിന് പെന്നുമായിട്ട് നോ റിലേഷൻ ആണെങ്കിൽ പെന്നിന് തിരിച്ച് ഇറേസറുമായിട്ട് നോ റിലേഷൻ അല്ലേ? സോ പെന്നിന് ഇറേസറുമായിട്ട് നോ റിലേഷൻ ആണെങ്കിൽ പെന്നിന്റെ സംപാർട്ട് എടുത്താലും ഇറേസറുമായിട്ട് എന്ത് റിലേഷൻ ആയിരിക്കും? നോ റിലേഷൻ. ക്ലിയർ? പെന്നിന്റെ സംപാർട്ട് എടുത്താലും ഇറേസറുമായിട്ട് നോ റിലേഷൻ. സോ ആൻസർ ഈസ് only 1 and 3 follows. 1 and 3 follows. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Some red is blue. All blue is white. Only white is black. Only the black, ഇത് ബ്ലൂ ആണ് കേട്ടോ. Only white is black. നോക്കാം, കൺക്ലൂഷൻ നോക്കാം. No blue is black. കറക്റ്റ് അല്ലേ? കാര്യം എന്താ? അവിടെ only white is black എന്നാ പറഞ്ഞേക്കുന്നത്. ബ്ലാക്കിന് വൈറ്റ് മാത്രമേ ആകാൻ പറ്റുള്ളൂ, വേറെ ആരും ആവത്തില്ല. ബ്ലൂ ആവത്തില്ല. സോ അതുകൊണ്ട് നോ ബ്ലൂ ഈസ് ബ്ലാക്ക്. ഡയറക്റ്റ് കൺക്ലൂഷൻ ആണ്, ഫോളോസ്. ഡെഫിനിറ്റ് ആണ്, ഫോളോസ്. സം റെഡ് ഈസ് വൈറ്റ് അല്ലേ? റെഡിന്റെ സംപാർട്ട് വൈറ്റ് അല്ലേ? നോക്കിയ റെഡിന്റെ സംപാർട്ട് ബ്ലൂ ആണ്. ബ്ലൂ മൊത്തത്തിൽ കിടക്കുന്നത് ആർക്കുള്ളിലാ? വൈറ്റിനുള്ളിൽ. സോ അങ്ങനെയാണെങ്കിൽ റെഡിന്റെ സംപാർട്ട്, ഇത്രയും സംപാർട്ട് ആരുടെയും കൂടെ പാർട്ടാ? വൈറ്റിന്റെയും കൂടെ പാർട്ടാ. ഫോളോസ്. 3. ഓൾ വൈറ്റ് ബീയിങ് ബ്ലൂ ഈസ് എ പോസിബിലിറ്റി. നടക്കുവോ? എനിക്ക് എല്ലാ വൈറ്റിനെയും കൂടെ ബ്ലൂവിനകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? വൈറ്റിനകത്ത് ആരുണ്ട്? ബ്ലാക്ക് ഉണ്ട്. ആ ബ്ലാക്ക് ആര് മാത്രമേ ആവാൻ പറ്റത്തുള്ളൂ? വൈറ്റ് മാത്രമേ ആവാൻ പറ്റുള്ളൂ. കാരണം അത് ഒള്ളി കേസാ. ബ്ലാക്കിന് വൈറ്റ് മാത്രമേ ആവാൻ പറ്റത്തുള്ളൂ, വേറെ ആരും ആവാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വൈറ്റിനെ മൊത്തത്തിൽ ബ്ലൂവിനകത്ത് കൊണ്ടുപോകാൻ നോക്കിയാൽ അകത്ത് ആരുണ്ട്? വൈറ്റിനകത്തൊരു ബ്ലാക്ക് ഇല്ലേ? ആ ബ്ലാക്കും കൂടെ അല്ലേ ബ്ലൂവിനകത്ത് ചെല്ലുന്നത്. സോ അപ്പൊ അവിടെ ഒരു ബ്ലാക്കും ബ്ലൂ റിലേഷൻ വരത്തില്ല. അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് തെറ്റ്. സോ ആൻസർ only 1 and 2 follows. മനസ്സിലായോ പറഞ്ഞത്? ബ്ലാക്കിന്
ബ്ലൂവിനുള്ളിൽ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വൈറ്റിനെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വൈറ്റ് മൊത്തത്തിൽ ഞാൻ കൊണ്ടുപോകാൻ നോക്കിയാൽ വൈറ്റിനകത്ത് ഒരു ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്കിന് ബ്ലൂ ആയിട്ട് നോർലേഷൻ ആണ്. അതുകൊണ്ട് അത് പോസിബിലിറ്റി പറ്റത്തില്ല. സോ ആൻസർ ഈസ് ഓൺലി 1 and 2 follows. ഓക്കെ, 1 and 2 follows. അടുത്ത നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. only a few. നമ്മൾ ആദ്യം 1-2 ക്വസ്റ്റ്യൻ only a few ചെയ്തായിരുന്നു. അടുത്ത് വീണ്ടും ഒരു only a few. ഫ്ലവറും ഫ്രൂട്ടും ഉണ്ട്, മാറിപ്പോവല്ലേ. only a few flower is fruit. No fruit is food. All food is vegetable. So 3 സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള വെൻ ഡയഗ്രം ഇങ്ങനെ വരും. only a few flower ഫ്രൂട്ട് ആണ്. ഫ്ലവറിന്റെ സമ്പാട്ട് ഫ്രൂട്ട് ആണ്. ഫ്ലവറിന്റെ സമ്പാട്ട് എന്തല്ല, ഫ്രൂട്ട് അല്ല. ഫ്രൂട്ട് ഒന്നും ഫുഡ് അല്ല, എല്ലാ ഫുഡും വെജിറ്റബിൾ ആണ്. ഓക്കെ, അപ്പം 2 കൺക്ലൂഷനേ ഉള്ളൂ. ആദ്യത്തെ നോക്കാം, എല്ലാ ഫ്രൂട്ടിനെ എനിക്ക് ഫ്ലവറിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ ആദ്യം ഒരു കേസ് പറഞ്ഞു, ഒരു എനിക്കിപ്പം ഇത്രയും പാർട്ടേ നോൺ റിലേഷൻ ആയിട്ടുള്ളൂ ഫ്ലവറിന്റെ ഫ്രൂട്ടിന്റെ. എനിക്ക് ഫ്ലവറിനെ മൊത്തത്തിൽ ഫ്രൂട്ടിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം only a few ഫ്ലവർ ഈസ് ഫ്രൂട്ട് എന്നാ. അപ്പൊ അവിടെ സം പാർട്ട് ഓഫ് ഫ്ലവർ ഫ്രൂട്ടും ആണ്. ഫ്ലവറിന്റെ സം പാർട്ട് ഡെഫിനറ്റ്ലി ആരല്ല, ഫ്രൂട്ട് അല്ല. അപ്പൊ എനിക്ക് ഫ്ലവർ മൊത്തത്തിൽ ഫ്രൂട്ടിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ തിരിച്ച് ഫ്രൂട്ടിനെ മൊത്തത്തിൽ വേണമെങ്കിൽ ഫ്ലവറിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫ്രൂട്ടിന്റെ ഇത്രയും പാർട്ട് ഫ്ലവറുമായിട്ട് അൺനോൺ റിലേഷൻ. ഓക്കെ, അപ്പൊ തിരിച്ച് വരാതിരിക്കാം. സം ഫ്രൂട്ടിന് ഫ്ലവർ അല്ലാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫ്രൂട്ട് മൊത്തത്തിൽ ഫ്ലവറിനുള്ളിൽ വരാനും പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഫോളോ ആണ്. ഒരു ഫ്രൂട്ടും വെജിറ്റബിൾ അല്ല എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഒരു ഫ്രൂട്ടും വെജിറ്റബിൾ അല്ല എന്ന് ഇല്ല. ഫ്രൂട്ട് എടുക്കുവാണെങ്കിൽ വെജിറ്റബിളിന്റെ ഒരു ഇത്രയും പോർഷനിലോട്ട് ഡെഫിനറ്റ്ലി നോ റിലേഷനാണ്. ഫ്രൂട്ടിന് ഡെഫിനറ്റ്ലി വെജിറ്റബിളിന്റെ ഇത്രയും പോർഷനുമായിട്ട് നോ റിലേഷനാണ്. വെജിറ്റബിളിന് ബാക്കിയുള്ളൊരു പോർഷൻ ഇല്ലേ, അവിടെ വേണമെങ്കിൽ ഫ്രൂട്ടിന് വന്നൂടെ വരാം. അപ്പൊ ഫ്രൂട്ട് ഒന്നും വെജിറ്റബിൾ അല്ലെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റുമോ? ഇല്ല. വെജിറ്റബിളിന് ഈ ഫുഡ് അല്ലാതെ കാണിച്ചേക്കുന്ന ഈ പോർഷൻ ഉണ്ട്, ആ പോർഷന് ഫ്രൂട്ടുമായിട്ട് അൺനോൺ റിലേഷൻ. അപ്പൊ അവിടെ വേണമെങ്കിൽ ഫ്രൂട്ടിന് വരാതിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രൂട്ട് ഒന്നും ഫുഡ് വെജിറ്റബിൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? only 1 follows. only 1 follows. സോ ഇത്രയാണ് നമ്മൾ സിലോജിസത്തിൽ എടുത്ത ക്വസ്റ്റ്യൻ. അത്യാവശ്യം ഒന്നല്ല, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാ. ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിനും വരും. ബാങ്ക് എക്സാമിൽ ഒരു ദിവസം നിങ്ങൾക്കറിയാം 4 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 4 ഷിഫ്റ്റുകൾക്കും വരാറുള്ളൊരു ടൈപ്പാണ്. എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ്, എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എല്ലാ ടോപ്പിക്കും നിങ്ങൾ ക്ലാസ് പോകുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നോക്കാൻ നിന്നാൽ ചിലപ്പം നമുക്ക് ആ ഒരു ലോജിക്ക് അല്ലെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യുന്ന അങ്ങ് മറന്നു പോയാൽ തീർന്നു. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം പുതിയ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള ബ്രാഞ്ചിൽ ഓഫ്ലൈൻ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏതാണോ നിയറസ്റ്റ് ആയിട്ടുള്ളത് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, അപ്പം കോഴിക്കോട്, കൊല്ലം, അങ്ങനെ ദിശയുടെ ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈൻ അഡ്മിഷൻസ് ഒക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SBIPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഒക്കെ ഉടനെ വിളിക്കും. അപ്പം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ബാച്ചസ് എടുക്കണം അല്ലെങ്കിൽ ഓൺലൈൻ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതും ഉടനെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അങ്ങനെയും അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്ക് ആയിട്ട് വീണ്ടും അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.